നമ്മൾ ഇനി അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പി ഡിയുടെ സൊല്യൂഷൻ കാണുന്നതാണ്. ഓക്കെ, നമുക്ക് രണ്ട് മെത്തേഡാണ് മെയിനായിട്ട് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ നമുക്ക് ആ മെത്തേഡ് എന്താണെന്നൊക്കെ നോക്കാം. അത് വെച്ചിട്ട് ആ ഒരു മെത്തേഡ് കൂടെ തന്നെയായിരിക്കണം നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലമൊക്കെ ചെയ്യുക. അപ്പോൾ ഒന്നുമില്ല, ഒരു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പി ഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞ് അതിൽ ആകെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഒരു പാർഷ്യൽ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ യു ആണെങ്കിൽ എക്സിനും വൈനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് യു എങ്കിൽ. ഓക്കെ, നമുക്ക് നോക്കാം. യു എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് എക്സിനും വൈനും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പി ഡി ഉണ്ട്, അപ്പോൾ യു എക്സ് പ്ലസ് യു ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ നമ്മളെ കയ്യിലുള്ള പി ഡി എങ്കിൽ ഇവിടെ ഒപ്പം കണ്ടോ, വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ടേം മാത്രമേ ഉള്ളൂ, അല്ലേ? പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പി ഡികളെ നമുക്ക് എന്ത് ചെയ്യാം? ഓർഡിനറി ഡിഫറൻഷ്യലായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? d/dx ഓഫ് യു പ്ലസ് യു ഈസ് ഈക്വൽ ടു 0 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ എക്സ് വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മൾ പാർഷ്യലി ഡിഫറൻഷ്യൽ ചെയ്യുന്നത്, അല്ലേ? ഇവിടെ വിത്ത് റെസ്പെക്റ്റ് എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന കോൺസ്റ്റൻറ്റുകളൊക്കെ ഇൻ ടേംസ് ഓഫ് വൈ ആയിരിക്കും. അത് മാത്രമേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിനാദ്യം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റുന്നു. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ ഒരുപാട് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അത് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മെത്തേഡ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് പോകുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പറയാനുള്ളത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്നത് മെയിൻലി സെക്കൻഡ് ഓർഡർ ഓടി സോൾവ് ചെയ്യുന്ന മെത്തേഡുകൾ നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കും. നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്, അല്ലാത്തവരൊന്ന് ഇതിനൊരു റീകോൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചർച്ച ചെയ്ത് വെക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യു എന്നൊരു ഫംഗ്ഷനെ 2 തവണ എക്സ് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു പ്ലസ് 4u ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ ഒരു പി ഡി നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഇവിടെ യു എന്ന് പറഞ്ഞത് എക്സിനും വൈനും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പി ഡി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇക്വേഷനിൽ ഒരു പാർഷ്യൽ ഡിഫറൻറ്റ് ടേം ഉണ്ട്. എക്സിന് വിത്ത് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തൊരു ടേം ഇവിടെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ എക്സ് വിത്ത് റെസ്പെക്റ്റ് മാത്രമേ നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തൊരു ടേം ഉള്ളൂ, വൈനെ ചെയ്തിട്ടുള്ള ടേമേ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഇതിനെ എന്താക്കാം? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറ്റി എഴുതിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കാണാം. അപ്പോൾ യു എക്സ് എസ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ 2 തവണ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം പ്ലസ് 4u ഈസ് ഈക്വൽ ടു 0, അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? യുവിനെ വിത്ത് റെസ്പെക്ട് എക്സ് മാത്രമേ ഉള്ളൂ, അപ്പോൾ u" പ്ലസ് 4u ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റാം. ഇനി ഇതെന്താ? ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചാണ്. ആദ്യം ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷനിലേക്കൊക്കെ മാറ്റുക. ഓക്സിലറി ഇക്വേഷനൊക്കെ അറിയാത്തവർ റീകോൾ ചെയ്ത് നോക്കാം കേട്ടോ. അത് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാവരും. അപ്പോൾ u" പ്ലസ് 4u ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്തായിരുന്നു? m² പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക, അല്ലേ? അപ്പോൾ m² പ്ലസ് 4 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ m² ഈസ് ഈക്വൽ ടു -4 എന്ന് വരും. അതായത് m ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i2 ഓർ 2i എന്ന് വരും. പ്ലസ് ഓർ മൈനസ് 2i എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ എം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ODEൻ്റെ സൊല്യൂഷനിൽ എം, ഓക്സിലറി ഇക്വേഷനിൽ എം ഒരു കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ യു ഈസ് ഈക്വൽ ടു എന്താ വരിക? a ഇൻറ്റു cos 2x പ്ലസ് b ഇൻറ്റു sin 2x എന്നാണ് വരിക, അല്ലേ? ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ അതിൻ്റെ റിയൽ പാർട്ടും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് e⁻⁴ അത് എഴുതണം. അതൊന്നും ഇവിടെ വേണ്ട. നമ്മളിപ്പോൾ അങ്ങോട്ട് ODEൻ്റെ സൊല്യൂഷനെ കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, അങ്ങോട്ട് പോകുക. അപ്പം ഈ ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ u ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക u ഈസ് ഈക്വൽ ടു a cos 2x പ്ലസ് b sin 2x എന്നുള്ള സൊല്യൂഷനാണ്. അപ്പോൾ
ഇതിൻ്റെ ഒ ഡി സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പക്ഷേ പി ഡി ആണ്, പി ഡിയെ നമ്മൾ ഒ ഡി എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒന്നും വേണ്ട, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പി ഡിൻ്റെ സൊല്യൂഷൻ എഴുതുമ്പം ഒറ്റ വ്യത്യാസമില്ല, യു ഈസ് ഇക്വൽ ടു, ഇവിടെ സൊല്യൂഷനിൽ എയും ബിയും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണല്ലോ കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എക്സ് മാത്രമല്ല നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എ ഓഫ് വൈ ആയിരിക്കും. നമ്മൾ എക്സിലെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ അല്ല കാണുന്നത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഒക്കെ എ ഓഫ് വൈ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എ ഓഫ് വൈ ഇൻറ്റു കോസ് 2x പ്ലസ് ബി, ആ കോൺസ്റ്റൻ്റ് എന്തായിരിക്കും, വൈയിലൊരു ഫംഗ്ഷൻ ആയിരിക്കും, ബി ഓഫ് വൈ ആയിരിക്കും സൈൻ 2x. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ആകെ വിത്ത് റെസ്പെക്റ്റ് എക്സ് മാത്രമേ ഉള്ള ടേമുള്ളൂ, പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന എക്സിൽ മാത്രമുള്ള ടേം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അതിനെ എന്തായി കൺസിഡർ ചെയ്യുന്നു, ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഒ ഡി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പി ഡിനെ ഒ ഡി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒ ഡി സോൾവ് ചെയ്യുന്ന മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യുന്നു. എന്നിട്ട് അതിലെ കോൺസ്റ്റൻറ്റിൽ നമ്മൾ എന്ത് വേണം, കോൺസ്റ്റൻ്റ് ആയിട്ടിൽ എടുക്കുന്നത് ഏത് ടൈമാണോ, ഏത് വിത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണോ അവിടെ ഇല്ലാതിരുന്നത്, ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലെ ഒരു ഫംഗ്ഷൻ ആയിട്ട് ആ കോൺസ്റ്റൻറ്റിനെ മാറ്റി ചെയ്തു. അപ്പോൾ ഒരു പി ഡിനെ ഒ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്, ഇതാണ് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പി ഡി. ഈ ഇക്വേഷൻ യു ഓഫ് എക്സ് വൈ ഈസിക്കൽ യു എക്സ്, ഈ ഒരു ഇക്വേഷനിൽ വിത്ത് റെസ്പെക്റ്റ് എക്സ് ആയിട്ടും വൈ ആയിട്ടും പാർഷ്യൽ ഡിഫറൻസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു വഴിയുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പി ഡിയുടെ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ, അതായത് ആ പി ഡി ഇക്വേഷനിൽ ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായി വിത്ത് റെസ്പെക്റ്റ് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ടേം മാത്രമാണെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മോഡലിലേക്ക്, ആ ഒരു ഫോമിലേക്ക് ഈ പി ഡിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, യുവിന് ആദ്യം വിത്ത് റെസ്പെക്റ്റ് നമ്മൾ എക്സ് ചെയ്യുന്ന ആ സാധനത്തിൻ്റെ ഡോ ബൈ ഡോ വൈനോട് ചെയ്യുന്നു അല്ലേ, ഈസിക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്. ഇതാണ് നമ്മൾ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്കിതിനെ നേരത്തെ പറഞ്ഞ മെത്തേഡ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഡോ യു ബൈ ഡോ എക്സിനെ പി എന്നൊരു പാരാമീറ്ററായിട്ട് നൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ആ ഇക്വേഷൻ അപ്പോൾ എന്തായി മാറും, ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ എക്സിന് പി എന്ന് കൊടുക്കുന്നു, ഡോ യു ബൈ ഡോ എക്സിന് പി, ഈ ഇക്വേഷൻ തന്നെയാണ് അല്ലാതെ പി എന്നുള്ളത് ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇപ്പം നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മൾ ഇക്വേഷൻ എന്നാൽ പീനെ വിത്ത് റെസ്പെക്റ്റ് വൈ ചെയ്യുന്നു. പി എന്താ, പി നമുക്കുള്ള ഒരു വാരിയബിൾ മാത്രം, നമുക്ക് പി ഒരു വാരിയബിൾ മാത്രം എടുക്കുമ്പോൾ നമുക്ക് പി വൈ ഈക്വൽ പി എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ്. ഇതൊരു പി ഡി ആണല്ലോ. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് പി എന്താണെന്ന് കിട്ടും അല്ലേ. ആ പി നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പീനെ സോൾവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു പി ഡിനെ സോൾവ് ചെയ്ത് നമുക്ക് പി എന്താ കണ്ടെത്താം. ആ പി എന്താ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഇവിടെ കൊടുത്ത് നമുക്ക് യു എന്താ കാണും. ആ യു ആണല്ലോ നമ്മൾ പി ഡിയുടെ സൊല്യൂഷൻ. അപ്പോൾ ആ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കുള്ള സൊല്യൂഷൻ പി ഡി എന്ന് പറഞ്ഞാൽ ഡോ പി ബൈ ഡോ വൈ ഈസിക്വൽ പി എന്നാണ്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി റീഅറേഞ്ച് ചെയ്യാൻ, ഡോ പി ഈ പി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, പി ആൻഡ് ഡോ അടിയത്തെ ഡോ വൈ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ ഡോ വൈ. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിനൊരു ഒ ഡി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ ഓർഡിനറി ഡിഫറൻഷ്യലായിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം ഡോ പി ബൈ പി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 പീൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താ നമുക്കറിയാം അത് ലോഗ് പി ആണ് അല്ലേ. ഡോ വൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ വൈ എന്ന് വരും അല്ലേ. പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവും അല്ലേ. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ടേം വരാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വൈയിൽ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സൊല്യൂഷനാണ് കാണുന്നത്. അപ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തിലായിരിക്കും, എക്സിലുള്ള ടേം ആയിരിക്കും. അതായിരിക്കും നമ്മുടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയിലെ ഇൻറ്റഗ്രേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റൻറ്റ് എക്സിലൊരു ഫംഗ്ഷനായിട്ടാണ് വരിക. അങ്ങനെ നമ്മൾ നേരത്തെ ഒക്കെ കൺസിഡർ ചെയ്ത്, അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്താൽ ഒരു വൈയിലുള്ള ഫംഗ്ഷനാക്കി എഴുതാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്ക് എ ഓഫ് എക്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി ഒരു പി ഈക്വൽ ടു വൃത്തിയുള്ള ഒരു ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊരു കോൺസ്റ്റൻ്റാണ് നമ്മൾ എ ഓഫ് എക്സ് എന്ന് എടുത്തിട്ടുള്ളത് അല്ലേ. ആ കോൺസ്റ്റൻറ്റിനെ ലോഗിൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് വൈ ഈസ് പ്ലസ് നമുക്കിതിന് എന്ത് ചെയ്താം, ഒരു ലോഗ് ഓഫ് വി ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ. വേർ എ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ എനെ നമുക്ക് ലോഗ്
വി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് ഇവിടെ നമുക്ക് എന്താ എക്സിലൊരു വേരിയബിൾ ആയിട്ടാണ്, അപ്പോൾ ലോഗ് വി ഓഫ് എക്സ് എന്ന് എടുത്തു. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഈ ഒരു പുട്ടിങ് ഇവിടെ എക്ക് ഇങ്ങനെ പുട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗ് ടേം വരുമ്പോൾ അല്ലെങ്കിൽ സിമ്പിളി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ലോഗ് വി ഓഫ് എക്സ് എന്ന് കൊടുത്തത് എ ഓഫ് എക്സിന്. അതായത് നമ്മളിപ്പോൾ സാധാരണ സി എന്നൊരു കോൺസ്റ്റൻറ്റ് എടുത്തു, സി ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ, ലോഗ് സി ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ ഒരു ജസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി ബാക്കി ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ലോഗ് പി ഈക്വൽ ടു വൈ പ്ലസ് ലോഗ് വി ഓഫ് എക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ പി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ഇക്വേഷൻ കിട്ടണം അല്ലേ. അപ്പോൾ ഇങ്ങനെ സിമ്പിളാക്കി എടുക്കാൻ എന്താ ചെയ്യുക, ലോഗ് പി മൈനസ് ലോഗ് വി ഓഫ് എക്സ് എന്ന് കിട്ടും, ഈക്വൽ ടു വൈ എന്ന് കിട്ടും അല്ലേ. എന്നിട്ട് ലോഗ് പി ബൈ ലോഗ് വി എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് പി ബൈ വി ഓഫ് എക്സ് എന്ന് വരും അല്ലേ. ലോഗിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ പഠിക്കാം കേട്ടോ. ഈക്വൽ ടു വൈ എന്ന് വരും. ഇതിനെ പീനെ പുറത്ത് കൊണ്ട് എന്താ ചെയ്യും, അപ്പർ LHSലും RHSലും എക്സ്പോണൻഷ്യൽ എടുക്കുക, ഇ പവർ എടുക്കുക. ഇ പവർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഇ പവർ എടുത്തു കഴിഞ്ഞാൽ ലോഗ് ക്യാൻസൽ ആയി പോകും. ഇപ്പോൾ ഇവിടെ പി ഓഫ് വി ഓഫ് എക്സ് വരും, ഇവിടെ ഇ പവർ എടുത്തു കഴിഞ്ഞാൽ ഇ ഓഫ് വൈ വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി, പി ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ എന്ന് കിട്ടി ആണല്ലോ. ഇനി ഇപ്പോൾ നമുക്ക് പീൻ്റെ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് പി ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് കിട്ടി. ഇനി നമുക്ക് പി എന്തായിരുന്നു, പി എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പീനെ നമുക്ക് വി ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് വൈസ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് കിട്ടും അല്ലേ. പി എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ യു ബൈ ഡോ എക്സ് വെച്ച് ചെയ്യുന്നു അല്ലേ. അപ്പം പി ഓഫ് എക്സ് ഈക്വൽ വി ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്നാണ്. പി എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മനസ്സിലാവാൻ ഞാൻ തരാം. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ് ടേമിനൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം ഡോ യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഇ റേസ് ടു വൈ ഇൻറ്റു വി ഓഫ് എക്സ് ഇൻറ്റു ഡോ എക്സ് അല്ലേ. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഡോ യുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് യു ഈക്വൽ ടു ഇ റേസ് ടു വൈ, ഇവിടെ വിത്ത് റെസ്പെക്റ്റ് എക്സിലാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇ റേസ് ടു വൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റഗ്രൽ വി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. എന്നിട്ട് പ്ലസ് നമ്മളിവിടെ ഡോ എക്സ് ഒക്കെ എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടേമായിട്ട് എടുത്ത് ചെയ്യുന്നത് കേട്ടോ. വി ഓഫ് എക്സ് ഈക്വൽ ടു ഡി എക്സ് പ്ലസ് നമുക്കൊരു കോൺസ്റ്റൻറ്റ് വരും. നമ്മളിവിടെ എക്സിലാണ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും വരിക, അത് വൈയിലുള്ളൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും വരിക. ഓക്കെ, നമ്മൾ എക്സിലാണ് ഡിഫറൻഷ്യൽ ടേം എടുക്കുന്നത്, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വരുന്ന കോൺസ്റ്റൻറ്റ് എക്സിലാണെങ്കിൽ നമുക്ക് വൈയിലായിരിക്കും ആ കോൺസ്റ്റൻറ്റ് വരിക. വൈയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എക്സിലൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു ടേം നമുക്കൊരു ഇത് നമ്മളൊരു വേരിയബിൾ ആണെന്നല്ലോ, നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് എക്സിലുള്ളൊരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ യു ഈസ് ഈക്വൽ ടു ഇ റേസ് ടു വൈ ഇൻറ്റു വി ഓഫ് എക്സ് നമ്മൾ സിമ്പിളായിട്ട് എ ഓഫ് എക്സ് നമ്മളിവിടെ എടുത്തു അല്ലേ. വേറെ സി ഓഫ് എക്സ് എടുക്കുക പ്ലസ് ഇൻറ്റു ബി ഓഫ് വൈ, അത് നമുക്കുള്ള സൊല്യൂഷനായി. ഓക്കെ, വേർ സി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റഗ്രൽ വി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് നേരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, എക്സിലും വൈയിലും പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തൊരു ടേമിലൊരു പി ഡി ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, വൈയിൽ മാത്രമുള്ളൊരു പി ഡി ആക്കി മാറ്റി. അതിന് വേണ്ടി ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു പി എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ നോർമലി നമ്മൾ ചെയ്ത മെത്തേഡ് കൂടെ നമ്മൾ എന്ത് ചെയ്തു, പിയിൽ സോൾവ് ചെയ്തു. അപ്പം പി ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സിൻ്റെ ഇ റേസ് ടു വൈ എന്ന് കിട്ടി. ആ ഇ റേസ് ടു വൈ എന്ന് കിട്ടി. എന്നിട്ട് പി എന്താണെന്നുള്ള അതിവിടെ കൊടുത്തിട്ട് നമ്മൾ യുവിനെ സോൾവ് ചെയ്തു അല്ലേ. യുവിനെ സോൾവ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ടൈമാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഈ മെത്തേഡ് വെച്ച് കുറച്ച് പ്രീവിയസ് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, നമ്മുടെ തേർഡ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യു വൈ ഈസ് ഈക്വൽ ടു യു. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ് അല്ലേ. യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു തന്നെ വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ യു എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ എടുത്തുകൊണ്ട് നമുക്ക് പറയാം രണ്ട് വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, എക്സ് ആൻഡ് വൈ എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ്. അതാണ് നമ്മളുടെ സൊല്യൂഷൻ. അപ്പോൾ യു വൈനെ നമുക്ക് എങ്ങനെ നോക്കാം, ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു യു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഡോ യു ബൈ യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം,
ഡോ വൈ എന്ന് കിട്ടി. നമ്മൾ രണ്ട് സ്ഥലം ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിതിനെ കറക്റ്റ് എന്താ ചെയ്യാം, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ പോലെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഡി യു ബൈ യു ഈസിക്കൽ ടു ഡി വൈ എന്ന് ചെയ്യാം അല്ലേ. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടുന്ന കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് എക്സിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഡി യു ബൈ ഡി യു ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ലോഗ് യു ആണ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഡോ വൈന് ചെയ്താൽ വൈ കിട്ടും. പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും, അതെപ്പോഴും എന്തായിരിക്കണം, എ എന്നെടുത്ത് എ ഓഫ് എക്സിലൊരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ലോഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻസ് വരുമ്പോൾ ചെയ്യാനുള്ള എളുപ്പത്തിൽ നമ്മളെപ്പോഴും പറയുന്നത് ആ ഫംഗ്ഷനെ നമുക്ക് ലോഗ് ഓഫ് എ ഓഫ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോഴാണ് ലോഗിൻ്റെ ടൈം നമുക്ക് എക്സ്പോണൻഷ്യലൊക്കെ എടുത്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇതിനെ ലോഗ് യു മൈനസ് ലോഗ് എ ഓഫ് എക്സ് എന്ന് വരും, ഈസിക്കൽ ടു വൈ. ഇത് എന്ത് വരും, ലോഗ് യു ബൈ എ ഓഫ് എക്സ് എന്ന് വരും, ഈസിക്കൽ ടു വൈ. അപ്പോൾ ലോഗിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡിലും നമ്മൾ എക്സ്പോണൻഷ്യൽ എടുക്കുക. അപ്പോൾ എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യു ബൈ എ ഓഫ് എക്സ് ഈസിക്കൽ ടു ഇ റേസ് ടു വൈ എന്ന് വരും. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം കിട്ടി യു ഈസിക്കൽ ടു എ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ. വളരെ സിമ്പിളായിട്ട് ഇതൊരു തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ വേറൊരു പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യു വൈ ഈസിക്കൽ ടു 2x വൈ യു. അപ്പോൾ ഇതാണ് നമ്മളുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ മാത്രം ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടൈമിലേക്ക് മാറ്റുകയാണ്. അതായത് എക്സ് യു വൈനെ യു ഡാഷ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ. യു വൈ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വൈ എന്നാണ്, ഈസിക്കൽ ടു 2x ഇൻറ്റു വൈ യു. അപ്പോൾ യു ടൈമിലേക്ക് ഒരേ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡോ യു ബൈ യു ഈസിക്കൽ ടു 2x ഇൻറ്റു വൈ യു എന്ന് വരും. അപ്പോൾ നമ്മൾ ഇത് സാധാരണ ഡിഫറൻഷ്യലാക്കി എടുത്തിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡോ യുവിലാണ് ചെയ്യുന്നത്, ഇവിടെ ഡോ യുയിലാണ് ചെയ്യുന്നത്. ഡോ യു ബൈ യു നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലോഗ് യു വരും. ലോഗ് യു ഈസിക്കൽ ടു ഡോ യു ചെയ്യുന്നത് 2x ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, 2x അവിടെ നിൽക്കട്ടെ. ഇൻ്റഗ്രൽ വൈ ഡി യു നമുക്ക് എന്ത് എഴുതാം, 2x ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു കട്ടായിപ്പോയി ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ യു കിട്ടാൻ വേണ്ടി നമ്മൾ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റും വേണം അല്ലേ. പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ ഉണ്ടാവണം. ആ പ്ലസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡോ യു ചെയ്തുകൊണ്ട് ഒരു എക്സിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കില്ലേ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ, ലോഗ് യു ഈസിക്കൽ ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സിലുള്ളൊരു ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ലോഗിനോട് നമ്മൾ എപ്പോഴും എന്തെങ്കിലും എടുത്താൽ മതി, ഫംഗ്ഷൻ ലോഗ് എ ഓഫ് എക്സ് എന്ന് എടുക്കുക. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ലോഗ് വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് എടുക്കുന്നത്, അതിനെ നമുക്ക് എന്ത് ചെയ്യുക, ലോഗ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് വളരെ സുഗമമായിട്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതെന്ത് വരും, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്താൽ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ എക്സ്പോണൻഷ്യലൊക്കെ എടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ബൈ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് വൈ സ്ക്വയർ എന്ന് വരും. അതായത് യു ഈസിക്കൽ ടു എ ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇ പവർ എക്സ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, യു ഈസിക്കൽ ടു ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് വൈ സ്ക്വയർ ഇൻറ്റു എ ഓഫ് എക്സ് നമുക്ക് സൊല്യൂഷനായി. ഓക്കെ, നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നമ്മുടെ പി ഡി എന്ന് പറയുന്ന പി ഡി എന്നുള്ളത് യു എക്സ് എക്സ് മൈനസ് യു ഈസിക്കൽ ടു 0. ഇതാണ് നമുക്കെന്ന് പി ഡി അല്ലേ. യുവിനെ 2 തവണ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, യു കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 0 തന്നെ വരും. അപ്പോൾ ഇതിലെ യു എന്താ, അപ്പോൾ ഇവിടെയും നമുക്ക് എക്സ് വൈ സാധനങ്ങളൊന്നും ഒപ്പനൊന്നും വരുന്നില്ല, നമുക്ക് വരുന്നത് വിത്ത് റെസ്പെക്ട് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പി ഡി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ബാക്കി ചെയ്യാം, നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, പി ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. മൈനസ് യു ഈസിക്കൽ ടു 0 എന്ന് വരും. അപ്പോൾ യു ഡബിൾ ഡാഷ് മൈനസ് യു ഈസിക്കൽ ടു 0. ഇവിടെ നമുക്ക് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ അത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്യുകയാണ്. അത് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്താ പറയുക, എം സ്ക്വയർ മൈനസ് 1 ഈസിക്കൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എം ഈസിക്കൽ ടു പ്ലസ് ഓർ മൈനസ് 1 വരണം.
അല്ലേ? അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ യു എന്താ വരിക? യു ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഒരു കോൺസ്റ്റൻറ്റ് എ ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇവിടെ പാർഷ്യൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺസ്റ്റൻ്റ് ഒക്കെ ഇൻ ടേംസ് ഓഫ് വൈയിലായിരിക്കും വരിക. അപ്പോൾ നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ വരിക? എ ഓഫ് വൈ ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് ബി ഓഫ് വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ആൻഡ് ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. യു എക്സ് വൈ പ്ലസ് യു എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഇവിടെ ഒരേ സമയം എക്സിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവും വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിലെ പാർഷ്യൽ ഡെറിവേറ്റീവും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ ചെയ്യാമൊന്നുമില്ല. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ എക്സ് അല്ലേ, പ്ലസ് ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നാണല്ലോ. ഞാനിവിടെ എന്ത് ചെയ്തു? ഡോ യു ബൈ ഡോ എക്സ് എന്ന് ഞാൻ പി എന്ന് പുട്ട് ചെയ്തു. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോ പി ബൈ ഡോ വൈ ഈസ് പ്ലസ് പി ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡോ പി ബൈ പി ഈസ് ഈക്വൽ ടു മൈനസ് വൈ അല്ലേ? പീനെ അങ്ങോട്ട് കൊണ്ടുപോയി വൈനെ അങ്ങോട്ട് കൊണ്ടുവന്ന് പി ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് പി വരും. ആ മൈനസാണ് ഈ വൈക്ക് കിട്ടിയത് കേട്ടോ, ഡോ വൈ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ഡോ പി ബൈ പി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വൈ. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ? ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്താ വരിക? രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? നേരത്തെ ചെയ്ത അതേ ഈ ഡോ പി ബൈ പി ഒക്കെ നമ്മൾ നേരത്തെ ഒരുപാട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത സാധനമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വരാം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ അവിടെ ലോഗ് പി വരും. ലോഗ് പി ഈസ് ഈക്വൽ ടു മൈനസ് വൈ പ്ലസ് നമ്മൾ വൈയിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഇൻറ്റഗ്രേറ്റ് ചെയ്താലുള്ള കോൺസ്റ്റൻറ്റ് നമ്മൾ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക കേട്ടോ. ഇൻറ്റഗ്രേറ്റ് ചെയ്താലുള്ള കോൺസ്റ്റൻറ്റ് ഏത് ടൈമിലാണ് ഉണ്ടാവുക? കോൺസ്റ്റൻറ്റ് വൈ ചെയ്തുകൊണ്ട് കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് എ ഓഫ് എക്സ് ആണ് ഉണ്ടാവുക. ലോഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ലോഗിൻ്റെ ടൈമിൽ ആ എ ഓഫ് എക്സിനെ എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയത് ലോഗ് പി ഈസ് ഈക്വൽ ടു മൈനസ് വൈ പ്ലസ് ലോഗ് എ ഓഫ് എക്സ് എന്നാണ്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ നമുക്ക് പറയാം. എന്ത് പറയാം? പി ഈസ് ഈക്വൽ ടു എ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ എന്ന് വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് പി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പി എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ആയിരുന്നു നമ്മൾ കൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈയിൽ ഞാൻ പിൻ്റെ വാല്യൂ പുട്ട് ചെയ്യുന്നു. ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു എ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ എന്ന് വരും. എക്സിനെ അങ്ങോട്ട് കൊണ്ടുവരുന്ന നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡോ യു ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു എ ഓഫ് എക്സ് ഇൻറ്റു ഡോ എക്സ്. അപ്പോൾ നമുക്കിത് ഒറ്റ ടൈമിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കിയതാണ്. എന്നിട്ട് ഇൻ്റഗ്രൽ ഓർഡിനറി ഡിഫറൻഷ്യലിൻ്റെ ടൈമിലേക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ? വിത്ത് റെസ്പെക്ട് എക്സിലല്ല നമുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വരും? ഓക്കെ, ഡോ യുവിനെ ചെയ്ത് കഴിഞ്ഞാൽ യു വരും. ആൻഡ് ഇ റേസ് ടു മൈനസ് വൈ ഒരു കോൺസ്റ്റൻറ്റ് ടൈമാണ്. ഓക്കെ, ഇത് നമുക്ക് എ റേസ് ടു എക്സ് ഇൻറ്റു ഡോ എക്സ് എന്ന് എഴുതാം. നമുക്ക് വേറൊരു ടൈമായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ സിമ്പിളാക്കി വൃത്തിയിൽ ഒരു ആൻസർ കിട്ടും അല്ലേ? പ്ലസ് നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എക്സിലാണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ടൈം ഇൻ ടേംസ് ഓഫ് വൈയിലാണ് ഉണ്ടാവുക, മാറിപ്പോകരുത്. എന്നിട്ട് ഞാൻ സി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായി പുട്ട് ചെയ്തു? ഇൻറ്റഗ്രൽ എ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സിനെ ഞാൻ എന്തായി പുട്ട് ചെയ്തു? സി ഓഫ് എക്സ് എഴുതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന യു ഇൻ ദ ഫോം ഓഫ് എങ്ങനെയായിരിക്കും? ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു സി ഓഫ് എക്സ് പ്ലസ് ബി ഓഫ് വൈ അല്ലേ? അപ്പോൾ ഈ ഫോമിലായിരിക്കും നമ്മൾ ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എക്സസൈസ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു പുതിയ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് പി ഡി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് മെത്തേഡ് സെപ്പറേറ്റിംഗ് വാരിയബിൾ മെത്തേഡ്. സെപ്പറേറ്റിംഗ് വാരിയബിൾ മെത്തേഡ് നമുക്കൊരു പി ഡി തന്നിട്ടുണ്ടാകും. അതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ, ആ സൊല്യൂഷൻ യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എഫും ജി എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് ആ ഫംഗ്ഷൻ നമ്മൾ പി ഡിയിൽ കൊടുക്കുന്നു. പി ഡി എന്നിട്ട് എക്സിൻ്റെ വൈൻ്റെ ഫംഗ്ഷനെ സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതൊരു കോൺസ്റ്റൻറ്റിനോട് ഇക്വേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ മെത്തേഡുകൾ നമ്മൾ മനസ്സിലാവും. എനിവേ, യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് വൈ. എഫ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഡിപ്പെൻഡിങ് ഓൺലി ഓൺ എക്സ്. ജി എന്ന് പറഞ്ഞാൽ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഡിപ്പെൻഡിങ് ഓൺലി ഓൺ വൈ. അങ്ങനത്തെ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം മൂവ് ഓൺ ചെയ്യുകയാണ്. ഈ യു എന്ന് പറഞ്ഞാൽ നമ്മൾ പി ഡി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു
എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ തന്നിട്ടുണ്ട്. യു എക്സ് ഈസ് ഈക്വൽ ടു 2uy പ്ലസ് യു. അപ്പോൾ ഇതാണ് നമ്മളെ പി ഡി, നമുക്ക് സോൾവ് ചെയ്യേണ്ട പി ഡി. അപ്പോൾ ഇതിൻ്റെ പി ഡി സോൾവ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൊല്യൂഷൻ യു ഓഫ് എക്സ് വൈ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അസ്യൂം ദ യു ഓഫ് എക്സ് വൈ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് പി ഡി. ആ യു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത്? അത് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് ഐൻ്റെയും പ്രൊഡക്റ്റാണ് നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഈ യുവിനെ നമ്മൾ ഇവിടെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം നോക്കാം. അപ്പോൾ നമുക്ക് ഈ യുവിനെ ഇവിടെ ഇക്വേഷനിൽ പുട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് വേണം? യു എക്സ് കാണണം അല്ലേ. യു എക്സ് കാണാൻ വേണ്ടി യുവിനെ ഓൺലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് എന്തിന് ഈക്വലായിരിക്കും? അതതിൻ്റെ ഓർഡിനറി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് ഈക്വലായിരിക്കും അല്ലേ. കാരണം ജി ഓഫ് ഐ എന്ന് പറഞ്ഞത് അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യുവിനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജി ഓഫ് ഐ ഒരു കോൺസ്റ്റൻ്റ് ആയി പുറത്തേക്ക് വന്നു. എഫിനെ എക്സിലെ ഫംഗ്ഷൻ ആയതിൻ്റെ ഡി എഫ് ഓഫ് എക്സ് ബൈ ഡി വൈ, സോറി ഡി എക്സ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ യു വൈൻ്റെ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് യു വൈ കാണാം. യു വൈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓൺലി വൈ കൊണ്ട് മാത്രമാണ് പാർഷ്യൽ ഡിഫറൻസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സ് ഉള്ള ഫംഗ്ഷനൊക്കെ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഇൻറ്റു നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡി ഇൻറ്റു ജി ഓഫ് വൈ ബൈ ഡി വൈ. അപ്പോൾ നമുക്ക് രണ്ട് യു എക്സും യു വൈയും കിട്ടില്ലോ. എന്നിട്ട് ഈ സാധനം നമ്മളിവിടെ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. സോ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ എന്താവും? നമ്മുടെ യു എക്സ് ഈക്വൽ ടു, അപ്പോൾ യു എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് വൈ ഇൻറ്റു ഡി എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു യു വൈ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം സാധനങ്ങൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ജി ഓഫ് വൈ ബൈ ഡി വൈ എന്ന് വരും. ഓക്കെ, പിന്നെ പ്ലസ് യു. നമ്മുടെ യു എന്താ? യു എന്ന് പറഞ്ഞാൽ യു ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ കണ്ട യു കണ്ടു, ഇതാണ് അസ്യൂം ചെയ്തു, എന്നിട്ട് അതിൻ്റെ യു എക്സും യു വൈയും കണ്ടു, എന്നിട്ട് ഈ നമ്മളെ പി ഡിയിൽ യു എക്സ് യു വൈ യു ഒക്കെ നമ്മൾ പുട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇതാണല്ലോ അല്ലേ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് എക്സിൻ്റെ ഫംഗ്ഷനുകളെയും വൈൻ്റെ ഫംഗ്ഷനുകളെയൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റും. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ അത് മാറ്റുമ്പോൾ എന്താ വരിക? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ജി ഓഫ് ഐനെ ഇവിടുന്ന് പുറത്തെടുക്കുക അല്ലേ. ഇവിടെ ജി ഓഫ് ഐനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ഡി എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് ഉണ്ട്. ഇവിടുത്തെ ഒരു ജി ഓഫ് ഐന് ഇങ്ങോട്ട് കൊണ്ടുവന്ന എഫ് ഓഫ് ഇവിടെ മൈനസ് എഫ് ഓഫ് എക്സ് ഉണ്ട് അല്ലേ. ഞാൻ ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് ഈ ജി ഓഫ് ഐ ഞാൻ പുറത്തേക്ക് എടുത്തു. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി ജി ഓഫ് വൈ ഇൻറ്റു ഡി വൈ അല്ലേ. ഇപ്പം നമുക്ക് ഓക്കെ, എക്സിൻ്റെ ഫംഗ്ഷനുകളൊക്കെ ഒരു സൈഡിലും വൈൻ്റെ ഫംഗ്ഷനുകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റുക. അതിന് വേണ്ടിയാണ് നമ്മളിതൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ എഫ് ഓഫ് എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ. 2 എഫ് ഓഫ് എക്സ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും? സോ ഈ ഫംഗ്ഷൻ എന്തായി? ഈ എൽ എച്ച് എസ് എന്ന് പറഞ്ഞത് ഡി എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ 2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഈ ജി ഓഫ് ഐ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി അല്ലേ. അത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തായി? ഡി ജി ഓഫ് വൈ ബൈ ഡി വൈ ബൈ ജി ഓഫ് വൈ. ഓക്കെ ആണോ? ഇനി അപ്പോൾ നമുക്ക് ഒരു പി ഡി ഉണ്ടായിരുന്നു. അവിടെ യു എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അസ്യൂം ചെയ്തു. എന്നിട്ട് ആ യു ഇക്വേഷനിൽ കൊടുത്തു. എന്നിട്ട് ആ ഇക്വേഷൻ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? കുറച്ച് അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് എക്സിൻ്റെ ഫംഗ്ഷനുകളൊക്കെ ഒരു സൈഡിലും വൈ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനുകളും സാധനങ്ങളൊക്കെ ആർ എച്ച് എസിലും എഴുതി. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ജസ്റ്റ് സേ അസ്യൂം അല്ല, കെ ഒരു കോൺസ്റ്റൻ്റാണ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യു എന്താണ് ചെയ്തു അവിടെ, അത് എന്നിട്ട് യു ഇങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് അത് ഇക്വേഷനിൽ കൊടുക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ്, ഈ അറേഞ്ച്മെൻറ്റ് ചെയ്ത സാധനങ്ങൾ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് സെയിം കെ ആണ്, ഒരു കെ ആണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്തായി? ഡി എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എക്സിൻ്റെ ടൈം ഈക്വൽ ടു കെനോട് ഇക്വേറ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നു. അതിന് ശേഷം വൈൻ്റെ ടൈമും കെനോട് ഇക്വേറ്റ് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇക്വേറ്റ് കെ ആണ് എടുത്തു. എന്നിട്ട് നമ്മൾ ഈ എഫ് ഓഫ് എക്സ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2k ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി ആണല്ലോ.
ഇനി ഈ എഫ് ഓഫ് എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം നമ്മൾ. അപ്പോൾ ഡി ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി എഫ് ഓഫ് എക്സിനെ പുറത്തേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു 2k. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു 2k പ്ലസ് 1. എഫ് ഓഫ് എക്സ് ഇൻറ്റു 2k ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫൈനൽ ഫോം അല്ലേ. ഇനി നമ്മളിനി കുറച്ചുകൂടി റീഅറേഞ്ച് ചെയ്യാണ്. ഡി എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2k പ്ലസ് 1 ഡി എക്സ് അല്ലേ. ഇങ്ങനെ സോൾവ് ചെയ്യാണ്ട് നമ്മൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്യുന്നു, ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡി എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ലോഗ് എഫ് ഓഫ് എക്സ് വരും അല്ലേ. ഇൻറ്റഗ്രേഷൻ റിസൾട്ടൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ, എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ലോഗ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഈ 2k പ്ലസ് 1 ഡി എക്സ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതെന്തായി 2k പ്ലസ് 1 ഇൻറ്റു എക്സ് വരും. പക്ഷേ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ലോഗ് ടേം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ പറഞ്ഞു ലോഗിൻ്റെ ഒരു ടേം വന്നാൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റൻറ്റിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ്റെ ടേമിൽ തന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഞാൻ ലോഗ് C1 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താ സൊല്യൂഷൻ, ലോഗ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2k പ്ലസ് 1 എക്സ് പ്ലസ് ലോഗ് C1 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ C1 നമ്മുടെ ലോഗ് C1 ആണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വരുന്ന എന്ത് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്താൽ മതി, ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. നമുക്ക് എഫ് ഓഫ് എക്സ് എന്താണെന്നല്ലേ കാണണ്ടേ, യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ എന്നല്ല. അപ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് വൈയും കണ്ടെത്തി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് അത് യു ആയില്ല നമ്മൾ അല്ലേ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നമ്മളൊരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോഗ് C1 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എക്സ്പോണൻഷ്യൽ എടുക്കുന്നു അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോഗ് എഫ് ഓഫ് എക്സ് മൈനസ് ലോഗ് C1 ഈസ് ഈക്വൽ ടു 2k പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് വരും അല്ലേ. ഇതൊന്ന് എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ്ലി എങ്ങനെയാവും, ലോഗ് എഫ് ഓഫ് എക്സ് ബൈ C1 എന്നാവില്ലേ ലോഗിൻ്റെ പ്രോപ്പർട്ടി അല്ലേ. 2k പ്ലസ് 1 ഇൻറ്റു എക്സ് എന്നായി എക്സ്പോണൻഷ്യൽ എടുക്കുന്നു. എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ C1 ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2k പ്ലസ് 1 ഇൻറ്റു എക്സ്. നേരത്തെ ചെയ്ത സ്റ്റെപ്പുകൾ തന്നെയാട്ടോ, വേറൊരു മാറ്റമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു ഇ റേസ് ടു ഇ പവർ 2k പ്ലസ് 1 എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടി. ഓക്കെ, അപ്പോൾ ആ മെത്തേഡുകളിലൊക്കെ പോവാം. ജസ്റ്റ് റീഅറേഞ്ച്മെൻറ്റും സിമ്പിൾ ഇൻറ്റഗ്രേഷനും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, C1 ഇൻറ്റു ഇ റേസ് ടു 2k പ്ലസ് 1 ഇൻറ്റു എക്സ്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വൈനും നമ്മളവിടെ ഈക്വൽ ടു കെ വെച്ച് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഇക്വേഷൻ ഏതായിരുന്നു, നമ്മൾ ഇക്വേഷൻ ചെയ്യുന്നത് ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ. ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ടാണ്. ഇപ്പോൾ ഇത് ഈക്വൽ ടു കെ ഇക്വേറ്റ് നമ്മൾ സൊല്യൂഷൻ എഫ് ഓഫ് എക്സ് കണ്ടെത്തി. ഇനി ജിയും കൂടി കണ്ട എഫ് ഓഫ് എക്സും ജിയും മൾട്ടിപ്ലൈ ചെയ്താൽ യു കിട്ടുന്നതാണ് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തത്. ആ ഓർഡറിൽ പോയാൽ മതി. അപ്പോൾ നമുക്ക് നേരത്തെ സോൾവ് ചെയ്യാം ബാക്കിയുള്ളത്. അപ്പം വൈൻ്റെ പാർട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജി ഓഫ് ഡി വൈ നേരത്തെ എഴുതി വെച്ച സാധനം തന്നെയാണ് കേട്ടോ, ബൈ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു കെ എന്നായിരുന്നു നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഓക്കെ, ഈ വൈ ഡി വൈനെ അങ്ങോട്ട് കൊണ്ടുകഴിഞ്ഞപ്പോൾ ജസ്റ്റ് റീഅറേഞ്ച്മെൻറ്റ് മതി. ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എന്തായി, ഈക്വൽ ടു കെ ഇൻറ്റു ഡി വൈ എന്ന് വരും അല്ലേ. നേരത്തെ പോലെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വന്ന് ലോഗ് ജി വരുന്നു. ലോഗ് ജി ഈസ് ഈക്വൽ ടു കെ ഡി വൈൻ്റെ കെ വൈ എന്ന് വരും അല്ലേ. ഡി വൈ കെ കോൺസ്റ്റൻ്റ് ആണ്, ഡി വൈ ഇൻറ്റു ഡി വൈ വൈ എന്ന് വരും. പ്ലസ് C1 ഞാൻ എന്ത് ചെയ്തു, ലോഗ് C2 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു നമ്മൾ ഒരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ലോഗ് C2 നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു നേരത്തെ ചെയ്ത സ്റ്റെപ്പ് കൂടെ തന്നെ പോയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സ്പോണൻഷ്യലൊക്കെ എടുക്കുമ്പോൾ ലോഗ് C2 ലോഗ് C1 ലോഗ് C2 ഇവിടെ C2 ആണ് നേരത്തെ പോലെ തന്നെ. അപ്പോൾ C2 ഇൻറ്റു ഇ റേസ് ടു കെ വൈ എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സും കണ്ടെത്തി. എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ C1 ഇൻറ്റു ഇ റേസ് ടു 1 + 2k x എന്നും ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ C2 ഇൻറ്റു ഇ റേസ് ടു k y എന്നും കണ്ടെത്തി. ഇനി നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് വൈ ആയിരുന്നു. യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്താ? അത് പറഞ്ഞാൽ C1 ഇൻറ്റു ഇ റേസ് ടു 2k + 1 x എന്നും ഇൻറ്റു ജി ഓഫ് വൈ എന്താ? C2 ഇൻറ്റു ഇ റേസ് ടു k y എന്നും വരും അല്ലേ. അപ്പോൾ നമുക്കൊരു സൊല്യൂഷനായി. എന്താണ്? ഒന്ന് വൃത്തി എഴുതി കഴിഞ്ഞാൽ C1 C2 ഇൻറ്റു ഇ റേസ് ടു 1 + 2k x ഇൻറ്റു ഇ റേസ് ടു k y. അപ്പോൾ നമുക്ക് നമ്മൾ വേരിയബിൾ സെപ്പറേറ്റീവ് വേരിയബിൾ മെത്തേഡിൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുകഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ആ ഒരു സെപ്പറേറ്റിംഗ് വേരിയബിൾ മെത്തേഡിൽ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യു എക്സ് വൈ മൈനസ് യു ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റിംഗ് മെത്തേഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ യു ഓഫ് എക്സ് വൈ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു ഓഫ് എക്സ് വൈനെ എഫിൻ്റെയും ജിയും സെപ്പറേറ്റ് ചെയ്ത് എഴുതുക, അസ്യൂം ചെയ്യുക. അതാണ് നമ്മുടെ സൊല്യൂഷൻ. എന്നിട്ട് ആ യു നമ്മൾ ആ ഇക്വേഷനിൽ പുട്ട് ചെയ്യുക. എന്നിട്ട് എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷൻ ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. എന്നാൽ അത് ഈക്വൽ ടു ഒരു കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ കെ ഉപയോഗിച്ചുകൊണ്ട് ജിയും എഫും കണ്ടെത്തുക. ഓക്കെ, ആ എഫും ജിയും കണ്ടെത്തിയിട്ട് യു ഒക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ ഇതും ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ ഭാഗമായിട്ട് യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഞാൻ അസ്യൂം ചെയ്യുകയാണ് എന്ത്? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ആണ് അസ്യൂം ചെയ്തു അല്ലേ. എന്നിട്ട് ഞാൻ ഇവിടെ യു ഓഫ് എക്സ് വൈ കാണുകയാണ്. ഓക്കെ, യു ഓഫ് എക്സ് വൈ കാണുകയാണെങ്കിൽ ആദ്യം എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പിന്നെ വൈ കൊണ്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നത് യു ഓഫ് എക്സ് വൈ നമുക്ക് എന്ത് ഡി എഫ് ബൈ ഡി എക്സ് അല്ലേ. എഫിനെ മാത്രം എക്സ് കൊണ്ട് ചെയ്താൽ മതി. പിന്നെ ഡി ജി ബൈ ഡി വൈ വരും. പിന്നെ യു എന്താ നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും? ഡി എഫ് ബൈ ഡി എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി വൈ. ഓക്കെ, യു എക്സ് വൈ എന്താണെന്ന് പറയാം മൈനസ് യു. യു എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ജി ഓഫ് വൈ ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ ഇക്വേഷൻ അല്ലേ. ഇനി ഇവിടെ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണം. അപ്പോൾ റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഡി എഫ് ബൈ ഡി എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി വൈ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ അല്ലേ. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാവുന്നുള്ളൂ അല്ലേ. എഫ് ഓഫ് എക്സ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഡി എഫ് ബൈ ഡി എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു ഇവിടെ ഡി ജി ബൈ ഡി വൈനെ അങ്ങോട്ട് കൊണ്ടുപോകാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന സൊല്യൂഷൻ ഫംഗ്ഷൻ ജി ഓഫ് വൈ ഈസ് ബൈ ഡി ജി ബൈ ഡി വൈ എന്ത് ചെയ്യണം? ഈക്വൽ ടു കെ. ഓക്കെ, എക്സിൻ്റെ വൈൻ്റെ ഫംഗ്ഷനെ സെപ്പറേറ്റ് എൽ എച്ച് എസിലും ആർ എച്ച് എസിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ അത് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എഫിനും ജിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ സൊല്യൂഷൻ കാണുന്നത് ഓക്കെ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമ്മൾ എഫ് കാണാൻ പോകട്ടോ. ഡി എഫ് ബൈ ഡി എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ എന്നാണ് അതിൻ്റെത്. അപ്പോൾ എന്ത് നമുക്ക് ഡി എഫ് ബൈ എഫ് ഡി എക്സിന് അങ്ങോട്ട് കൊണ്ടുപോകാം, കെ ഡി എക്സ് എന്ന് വരും. അപ്പോൾ ഇതൊന്ന് നമ്മൾ സിമ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് എഫ് വരും അല്ലേ. ലോഗ് എഫ് ഈസ് ഈക്വൽ ടു കെ ചെയ്താൽ കെ എക്സ് പ്ലസ് നമ്മളെടുക്കുന്ന കോൺസ്റ്റൻറ്റിനെ ഞാൻ ലോഗ് സി വൺ എന്നാക്കി. സോ ഇത് നമ്മൾ ലോഗ് സി വൺ ഇങ്ങോട്ട് കൊണ്ടുവന്ന് രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക? C1 ഇൻറ്റു ഇ റേസ് ടു കെ എക്സ് വരും. ഓക്കെ, ഇതൊക്കെ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഭയങ്കര മിനിമൈസ് ചെയ്ത് തരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ജീനെ കണ്ടെത്താം അല്ലേ. നമ്മൾ ഈ ജി ഓഫ് വൈ ഇൻറ്റു ഡി ജി ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു കെ എന്നല്ലേ. അപ്പോൾ ഈ ഒരു നല്ല ഡി എഫ് ബൈ എഫ് നമുക്കെപ്പോഴും ഡി ജി ബൈ ഡി ജി, ഇവിടെ ഡി ജി ബൈ
ജി അങ്ങ് ഈ ഒരു ഫോമിലേക്ക് ആക്കുന്നതായിരിക്കും, ഒരു സൈഡിൽ അങ്ങനെ ആക്കുന്നതായിരിക്കും നമുക്ക് സുഖം വരിക. കാരണം അപ്പോഴാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗും, അപ്പോഴേ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഡി ജി മുകളിൽ വരണ്ടേ. അപ്പോൾ ഇവിടെ ഡി ജി ബൈ ജി മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈക്വൽ ടു 1/k ഇൻറ്റു ഡി വൈ എന്ന് വരും. രണ്ട് സൈഡിലും നേരത്തെ പോലെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലോഗ് ജി എന്ന വൈയിലെ ഫംഗ്ഷനാണ് ഈസ് ഈക്വൽ ടു 1/k ഡി വൈ വൈ പ്ലസ് ലോഗ് C2 പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവുള്ളൂ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ, അതിനെ നമ്മൾ ലോഗ് C2 റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ലോഗ് C2 ഇങ്ങോട്ട് കൊണ്ടുപോകണം, എക്സ്പോണൻഷ്യൽ എടുക്കുകയാണ്. അപ്പോൾ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഇവിടെ ഈ പവർ വരും C2 ഇൻറ്റു ഇ റേസ് ടു വൈ ബൈ കെ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പോലെ എഫ് ഓഫ് എക്സും കിട്ടി, ജി ഓഫ് വൈയും കിട്ടി. അപ്പോൾ നമ്മൾ യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ആയിരുന്നു. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? C1 ഇ റേസ് ടു കെ എക്സ് ഇൻറ്റു ജി ഓഫ് വൈ അല്ല, ഇവിടെ ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? C2 ഇൻറ്റു ഇ റേസ് ടു വൈ ബൈ കെ. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് C1 C2 ഇൻറ്റു ഇ റേസ് ടു കെ എക്സ് പ്ലസ് വൈ ബൈ കെ. ഓക്കെ, സോ ഇതാണ് നമുക്കിത് കിട്ടിയിരിക്കുന്ന എന്ത്? യു ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഒന്ന് ചിന്തിക്കുക, നമ്മൾ ഈ സെപ്പറബിൾ വാല്യൂ മെത്തേഡ് നമ്മളോട് സെപ്പറേറ്റ് ആയി ചോദിക്കും. നമുക്കൊരു ഈ എക്സാമിനൊക്കെ നമുക്കൊരു PD തന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ സെപ്പറബിൾ വാല്യൂബിൾ മെത്തേഡിൽ ചെയ്യാൻ പറയും. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് വൈ എങ്ങനെ എക്സിൻ്റെയും വൈൻ്റെയും ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ, രണ്ട് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ അസ്യൂം ചെയ്തതിന് ശേഷം നമ്മൾ ആ യുവിനെ PDയിൽ കൊടുക്കുന്നു. എന്നിട്ട് PDയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ ഫംഗ്ഷനൊക്കെ LHSലും വൈൻ്റെ ഡിപ്പെൻഡ് ആയുള്ള ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും ഒക്കെ RHSൽ ചെയ്തിട്ട് അതൊരു കോൺസ്റ്റൻറ്റ് കെനോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ആ കെ വെച്ചിട്ട് നമ്മൾ എഫിനും ജിനും സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നു. ഓക്കെ, ആ സോൾവ് ചെയ്ത എഫും ജിയും കണ്ടെത്തിയിട്ട് നമ്മൾ ഇവിടെ യു ഓഫ് എക്സ് അസ്യൂം ചെയ്തിട്ട് എഫും ജിയും കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു മെത്തേഡുകളും സ്റ്റെപ്പുകളും മാറിപ്പോകേണ്ട ചെയ്യുക. സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇത്. ഒരുപാട് തവണ എക്സാമിന് ചോദിക്കുന്ന മെത്തേഡുകളുമാണ്.